നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC 2026 നടത്തിയ മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, വിഡിതമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വില്ല് എന്ന അർത്ഥം വരാത്ത പദം ഏത്? ചാപം, കാർമുഖം, കോദണ്ഡമൊക്കെ വില്ല് എന്നതിന് അർത്ഥം വരുന്ന പദങ്ങളാണ്. അർത്ഥം വരാത്തത് അമ്പാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏത്? ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്നത് കൃപണനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഉദാരൻ്റെ വിപരീതാർത്ഥം കൃപണനാണ്. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. പെരുമ്പറ പിരിച്ചെഴുതുന്നത് പെരും അധികം പറയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പെരും അധികം പറയാണ് പെരുമ്പറ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം കർത്തൃയാണ്. കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം കർത്തൃയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കറാണ്. താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കറാണ്. അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. അഞ്ചോ ആറോ ആണ്. അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കിയാൽ അഞ്ചോ ആറോ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വയറ്റ് തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏതാണ്? സൂചിപ്പിക്കാത്ത പ്രയോഗം സന്തോഷിപ്പിക്കുകയാണ്. ഗതി മുട്ടിക്കുക, കഷ്ടപ്പെടുത്തുക, ദുഃഖിപ്പിക്കുക ഒക്കെ വയറ്റ് തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. സൂചിപ്പിക്കാത്തത് സന്തോഷിപ്പിക്കുകയാണ്. അടുത്തത്, പുത്രൻ്റെ ഭാര്യ എന്ന അർത്ഥം വരുന്ന പദം സ്നുഷയാണ്. പുത്രൻ്റെ ഭാര്യ എന്ന അർത്ഥം വരുന്ന പദം സ്നുഷയാണ്. അടുത്തത്, ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ പരിഭാഷ ഏത്? ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേട്ടൻ പര്യായ പദം ഏത്? ചേട്ടൻ്റെ പര്യായ പദം അഗ്രജനാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, അയക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം ഏത്? അയക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം ഏത്? പ്രേക്ഷകനാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അയക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം പ്രേക്ഷകനാണ്. മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ല് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വിപരീത പദം തെറ്റായ ജോഡി ഏത്? രാഗം ദ്വേഷം ശരിയാണ്. ഹ്രസ്വം ദീർഘം ശരിയാണ്. കാമം ക്രോധം തെറ്റാണ്. സഹിതം രഹിതം ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഭൂമി സമാനാർത്ഥമുള്ള പദം ഏത്? മേദിനിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഭൂമി സമാനാർത്ഥമുള്ള പദം മേദിനിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏത്? സ്വാമികൾ, ഗുരുക്കൾ. ഇതാണ് പൂജക ബഹുവചനമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 3ഉം 4ഉം. ആഗമസന്ധിക്ക് ഉദാഹരണം തിരുവോണമാണ്. ആഗമസന്ധിക്ക് ഉദാഹരണം തിരുവോണമാണ്. ശരിയായ പദം ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് മടയനാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഏവൾ പിരിച്ചെഴുതുക. എ അധികം അള്ളാണ് ഏവൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നിരൂപകൻ സ്ത്രീലിംഗ പദം നിരൂപകയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നിരൂപകൻ്റെ സ്ത്രീലിംഗ പദം നിരൂപകയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.